ആദാബ്. ഇന്നത്തെ വീഡിയോയിൽ 14ാമത്തെ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് नीचे चंद तफरीही मकामात और तारीख़ी इमारात के नाम दिए गए हैं, उनको अलग अलग करके लिखिए. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കുറച്ച് തഫ്രീഹി മക്കാമാത്ത്. തഫ്രീഹി മക്കാമാത്ത് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര മേഖലകൾ. ഇപ്പം നമ്മൾ മൈസൂർ എന്ന് പറഞ്ഞു, അതൊരു വിനോദസഞ്ചാര മേഖലയാണ്. ഒപ്പം തന്നെ താരീഖി ഇമാറാത്ത്. താരീഖ് എന്ന് പറഞ്ഞാൽ ചരിത്രം, താരീഖി ഇമാറാത്ത് എന്ന് പറഞ്ഞാൽ ചരിത്ര സ്മാരകങ്ങൾ. അഥവാ നമ്മളവിടെ പോയപ്പോൾ, മൈസൂരിൽ പോയപ്പോൾ കണ്ട ടിപ്പു സുൽത്താൻ കില്ല എന്താണ്? അതൊരു താരീഖി ഇമാറാത്താണ്. മൈസൂർ എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേരുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? 2 വ്യത്യസ്ത ഹാനകളിലേക്കായിട്ട് തിരിച്ചെഴുതണം കേട്ടോ. വേർതിരിച്ച് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം എന്തൊക്കെ പേരുകളാണ് തന്നിട്ടുള്ളതെന്നുള്ളത്. ആദ്യത്തേത് മൈസൂർ പാലസ്, ബേക്കൽ കില്ല, ഊട്ടി, മൈസൂർ, മൂന്നാർ, ലാൽ കില്ല, ചാർമിനാർ, വയനാട്. മനസ്സിലായല്ലോ? തഫ്രീഹി മക്കാമാത്ത് വിനോദസഞ്ചാര മേഖലകൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ അല്ലേ. താരീഖി ഇമാറാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചരിത്ര സ്മാരകങ്ങൾ. അപ്പോൾ ഇന്ന് പേര് തന്നെ നമുക്ക് കിട്ടും അല്ലേ. ചാർമിനാർ എവിടെയാണ് വരിക? ഇവിടേക്കാണ് വരുന്നത്. ലാൽ കില്ല എവിടെയാണ് വരുന്നത്? ബേക്കൽ കില്ല ഇവിടെയാണ് വരുന്നത്. മൈസൂർ പാലസും ഇവിടേക്കാണ് വരുന്നത്. ഇനി മൂന്നാർ ഇവിടെ വരുന്നു, ഊട്ടി ഇവിടേക്ക് വരും, അതുപോലെ തന്നെ മൈസൂരും ഇതാണ്, വയനാടും ഇവിടേക്കാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. മൈസൂർ പാലസ്, ബേക്കൽ കില്ല, ലാൽ കില്ല, ചാർമിനാർ ഇതൊക്കെ ഇവിടെ താരീഖി ഇമാറാത്ത്. മൂന്നാർ, ഊട്ടി, മൈസൂർ, വയനാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നത് തഫ്രീഹി മക്കാമാത്തിൽ. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് നോക്കൂ. ഇനി അടുത്ത പ്രവർത്തനം ആപ്കെ പസന്ദീദ തഫ്രീഹി മക്കാം കെ ബാരെ മേ നോട്ട് ലിഖിയെ. നിങ്ങൾക്കിഷ്ടപ്പെട്ട തഫ്രീഹി മക്കാമിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക. വിനോദസഞ്ചാര മേഖലയെക്കുറിച്ച് എന്ത് ചെയ്യുക? നോട്ട് തയ്യാറാക്കുക. അപ്പോൾ കുറേ വിനോദസഞ്ചാര മേഖലകളുടെ പേര് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ മൂന്നാർ, വയനാട്, ഊട്ടി, മൈസൂർ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ മൈസൂരിനെ കുറിച്ചുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇത്രയും ഈ പാഠഭാഗത്തിൽ പഠിച്ചത്. ഇനി നമുക്ക് വേറെ ഒരെണ്ണം എഴുതാം. നമുക്ക് ഇവിടെയുള്ള മൂന്നാർ തന്നെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതുന്നുണ്ട്. മൂന്നാർ എവിടെയാണുള്ളത്? മൂന്നാർ കേരള കാ അഹം അല്ലെങ്കിൽ മഷ്ഹൂർ എന്ന് എഴുതാം. മഷ്ഹൂർ കേരള കാ ഏക്ക് എന്ന് എഴുതാം കേട്ടോ. കേരള കാ ഏക്ക് മഷ്ഹൂർ തഫരീഹി മക്കാം ഹേ. മൂന്നാർ കേരളത്തിലൊരു പ്രശസ്തമായ തഫ്രീഹി മക്കാമാണ്. പിന്നെ വോയേക്ക് അതൊരു പഹാടി അഥവാ ഹിൽ സ്റ്റേഷനാണ് അല്ലേ ശരിക്കും അല്ലേ. വോയേക്ക് പഹാടി മക്കാം ഹേ, മലനിരകളുള്ളത് അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ അങ്ങനെയല്ലേ പോവുക? ഹിൽ സ്റ്റേഷൻ എന്നാണ് പറയുക അല്ലേ. മൂന്നാർ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഓ ഏക്ക് പഹാടി മക്കാം ഹേ. അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടുത്തെ പ്രത്യേകത അവിടുത്തെ തണുപ്പാണ് അല്ലേ. മൂന്നാർ അല്ലെങ്കിൽ മൂന്നാർ വഹാക്കെ ടണ്ടി ആബ്ഹവ അഥവാ തണുത്ത കാലാവസ്ഥ. ആബ്ഹവ കെ വജഹ സേ മഷ്ഹൂർ ഹെ അല്ലെങ്കിൽ മഷ്ഹൂർ ഹോത്തേ ഹെ അല്ലേ. അവിടുത്തെ തണുപ്പാണ് അവിടെ അല്ലെങ്കിൽ ആ മൂന്നാറിനെ പ്രശസ്തമാക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അവിടേക്ക് ആളുകൾ പോകുന്നതും. പിന്നെ ഇത് ടൂറിസ്റ്റുകളുടെ സിയാഹോങ്കി പസന്ദീദ
തഫ്രീഹി മക്കാം ഹെ. ഇത് ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട തഫ്രീഹി മക്കാമാണ്. മൂന്നാറിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലത്തിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ എഴുതുക. അത് എവിടെയാണെന്ന് എഴുതുക. പിന്നെ അവിടത്തേക്കുള്ള പ്രത്യേകതകളുണ്ടാവും, അത് ഒന്നോ രണ്ടെണ്ണം എഴുതുക. പിന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ മൈസൂരിലാകുമ്പോൾ മൈസൂർ പാലസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ പഹാഡി മക്കാമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇത് അതിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. യേ സയാഹോं के पसंदीदा തഫ്രീഹി മക്കാം ഹെ. ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട തഫ്രീഹി മക്കാമാണ് എന്ന് നമുക്ക് ഏതിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വാക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കാം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് मैसूर हिंदुस्तान का एक मशहूर मकाम है. वहाँ मैसूर पैलेस और टिप्पू सुल्तान का किला है. मैसूर के बारे में एक बयानिया तैयार कीजिए. മൈസൂർ ഇന്ത്യയിലെ ഒരു പ്രശസ്തമായ സ്ഥലമാണ്. അവിടെ മൈസൂർ പാലസും ടിപ്പു സുൽത്താൻ കിലയൊക്കെ ഉണ്ട്. മൈസൂരിനെ കുറിച്ചൊരു ബയാനിയ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റില്ലേ? എങ്ങനെ എഴുതാം? മൈസൂർ ഹിന്ദുസ്ഥാൻ കാ ഏക് മഷഹൂർ മക്കാം ഹേ എന്ന് എഴുതാം. അതല്ലെങ്കിൽ മൈസൂർ ഹിന്ദുസ്ഥാൻ കാ ഏക് മഷഹൂർ തഫ്രീഹി മക്കാം ഹേ, അങ്ങനെ എഴുതാം. പിന്നെ എന്തുണ്ട്? വഹാ മൈസൂർ പാലസ് ഹേ, ടിപ്പു സുൽത്താൻ കാ കില ഹേ, അല്ലേ? പിന്നെയോ അത് മാത്രമൊന്നുമല്ല, പിന്നെയും കുറേ ചരിത്ര സ്മാരകങ്ങൾ അവിടെ ഉണ്ട്. സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഉണ്ട്, അതുപോലെ തന്നെ റെയിൽവേ മ്യൂസിയം ഉണ്ട്, ബൃന്ദാവൻ ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് വളരെ വൃത്തിയായിട്ടൊരു ബയാനിയ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? ഇതിലെ വാക്കുകൾ തന്നെ ഉപയോഗിക്കാം. മൈസൂർ ഹിന്ദുസ്ഥാൻ കാ ഏക मशहूर तफरीही मकाम है. പിന്നെ वो सयाहों के पसंदीदा जगह है. ടൂറിസ്റ്റുകളുടെ ഇഷ്ടപ്പെട്ട പ്ലേസാണത്. പിന്നെ വഹാം ബഹുത്ത് താരീഖി ഇമാരത്തേ ഹേ, ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ട്. എന്നിട്ട് വേണമെന്ന് നിങ്ങൾ എഴുതാം വഹാ മൈസൂർ പാലസോ ടിപ്പു സുൽത്താൻ കാ കില ഹേ. പിന്നെന്താ എഴുതാം? വൃന്ദാവൻ ഗാർഡൻ അല്ലേ, വൃന്ദാവൻ ഹേ. അതുപോലെ തന്നെ റെയിൽവേ മ്യൂസിയം ഹേ, സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാലും മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതി തുടങ്ങാം. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ കൂട്ടിച്ചേർക്കാം. ओके. അപ്പോൾ मैसूर हिंदुस्तान का एक मशहूर तफरीही मकाम है. वो सयाहों के पसंदीदा जगह है. वहाँ बहुत तारीख़ी इमारतें हैं. പിന്നെയോ वहाँ मैसूर पैलेस और टिप्पू सुल्तान का किला है. പിന്നെ എന്തെഴുതാം? ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് ചേർക്കാം. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പഠിയേ ഓർ സംജിയേ എന്നാണ് അല്ലേ, വായിക്കുക മനസ്സിലാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 बजे गाड़ी मैसूर की तरफ रवाना हुई. 5 बजे എന്ന് പറഞ്ഞാൽ എത്ര സമയമാണ്? 5 बजे എന്ന് പറഞ്ഞാൽ 5 മണി. 5 മണിക്ക് വാഹനം മൈസൂരിലേക്ക് പുറപ്പെട്ടു. 5 മണി കേട്ടോ. ഇനി 8:30 बजे എന്ന് പറഞ്ഞാൽ 8:30 മണി. 8:30 മണിക്ക് ഹം സുൽത്താൻ ബത്തേരി പഹുഞ്ചെ, ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ എത്തി. രാത് 8:45 बजे ഹം മൈസൂർ സേ ലൗട്ടേ. അഥവാ 8:45 बजे എന്ന് പറഞ്ഞാൽ 8:45 പറയുന്നത്. 8:45 बजे എന്നുള്ളത് ഞങ്ങൾ മൈസൂരിൽ നിന്ന് തിരിച്ചു. സിവ 11 बजे ഹം ഗർ പഹുഞ്ചെ. 11:15 ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇതിൽ വ്യത്യസ്ത സമയങ്ങൾ എങ്ങനെയാണ് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 5 മണി 6 മണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതേ സമയം തന്നെ പറഞ്ഞാൽ മതി. ഇപ്പോൾ 5 മണിനെയാണ് 5 o'clockനെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായോ? 5 o'clockന് 5 ബജെ എന്ന് തന്നെയാണ്. ഇനി 8:30 ബജെ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അർത്ഥം? 8:30. 8:30 സാഡേ എന്ന് പറഞ്ഞാൽ ഈ 30 മിനിറ്റ്സിന് വരുന്നില്ല, അതിനെയാണ് എന്ത് പറയുന്നത്? ഈ സാഡേ എന്നുള്ളത് കേട്ടോ. സാഡേ 8 ബജെ 8:30. ഇനി രാത്ത് 8:45 ബജെ, ഇതേതാ സമയം? രാത്ത് 8:45 ബജെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ
പൗനെ എന്ന് പറഞ്ഞാൽ മുക്കാൽ എന്നുള്ള അർത്ഥമാണ്, അഥവാ 45 മിനിറ്റില്ലേ. നൗ ബജെ എന്ന് പറയുമ്പോൾ ഇവിടെ നൗ അല്ല നമ്മൾ എഴുതേണ്ടത്, അതിന് മുന്നിലുള്ള സമയം 8:45 പൗനെ നൗ ബജെ എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഇനിയിപ്പോൾ 9:45 നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ പൗനെ 10 ബജെ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. 8:45 നമ്മൾ എന്ത് പറഞ്ഞത്? പൗനെ നൗ ബജെ. ഇനി അടുത്തത് നോക്കൂ, സിവാ 11 ബജെ. സിവാ 11 ബജെ എന്ന് പറഞ്ഞാൽ 11:15. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വാക്കുകളുണ്ട്. പഹുഞ്ചേ ഇത് പറഞ്ഞാൽ എത്തി. പിന്നെ മൈസൂർ സേ ലൗട്ടേ എന്ന് വെച്ചാൽ തിരിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നതിനെയാണ് പറയണത്, യാത്ര ഇങ്ങോട്ട് തിരിച്ചു കേട്ടോ. ഇനി ഇവിടെ രവാന ഹുയി എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ എന്താ കൊടുത്തിരിക്കണത് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗഡി കോ ഔർ സേ ദേഖിയേ ഓർ നീച്ചെ സഹീഹ് വക്ത് ലിഖിയേ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ക്ലോക്ക് നോക്കുക, ക്ലോക്കിൽ നോക്കിയിട്ട് അതിൻ്റെ ശരിയായ സമയം നമ്മളിവിടെ താഴെ എഴുതണം. ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, ഇവിടെ നോക്കുക എത്ര സമയമാണ്? 4 മണിയാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? 4 ബജെ അല്ലേ? 4 ബജെ. വളരെ സിമ്പിളാണ്. ഇനി ഇവിടെ 8:15. 8:15 നമ്മൾ പറഞ്ഞു, കാലിനെ പറയുക സിവ എന്നാണ്. അപ്പോൾ സിവ 8 ബജെ. സിവ 8 ബജെ. ഇനി ഇവിടെ 9:30 9:30 നമ്മൾ സാഡേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാഡേ 9 ബജെ. ഇനി ഇവിടെ 10:45 10:45 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ എഴുതണം? 11 ആണ് അല്ലേ? അപ്പോൾ 11 എന്ന് ഇവിടെ എഴുതാം. ഇനി ഇവിടെ എന്താ? പൗനെ 11 ബജെ. മനസ്സിലായല്ലോ? നമ്മൾ ഈ സമയം പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത നോക്കൂ. सफ़र करने से ज़िंदगी में कई तजुर्बात हासिल होते हैं. आपने कई सफ़र किए होंगे. आप अपने पसंदीदा सफ़र के बारे में एक सफ़रनामा तैयार कीजिए. എന്താ പറഞ്ഞത്? സഫർ കർണീസെ യാത്ര ചെയ്യുന്നതിലൂടെ ജിന്ദഗി മേ കൈ തജറുബാത്ത് ഹാസിൽ ഹോത്തേ ഹേ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവങ്ങളായിരിക്കും നമ്മൾക്ക് സമ്മാനിക്കുക. അറിയാലോ, കാരണം നമ്മൾ പല ഭാഗങ്ങളിലൂടെ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ജീവിതങ്ങളാണ് കാണുക അല്ലേ? പല ആളുകളുടെ ജീവിതം കാണുന്നുണ്ട്. അതിലൂടെ ഒരുപാട് നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ നമുക്ക് നല്ല ഏതെങ്കിലുമൊക്കെ പ്രചോദനകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം, സങ്കടം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ മൊത്തത്തിൽ യാത്ര എന്ന് പറയുന്നത് എന്താണ്? പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്കിഷ്ടപ്പെട്ട യാത്രയെക്കുറിച്ച് ഒരു സഫർനാമ, യാത്രാ വിവരണം നമ്മൾ തയ്യാറാക്കണം. ആര് തയ്യാറാക്കിയതുപോലെ? നമ്മുടെ ജോഷ്ന മൈസൂരിലേക്ക് പോയിട്ട് തയ്യാറാക്കിയില്ലേ? അതേപോലെ. അപ്പോൾ നമുക്കതൊന്ന് ചെറിയ രീതിയിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം സഫർനാമ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആരുടെ കൂടെ എപ്പോഴാണ് പോയതെന്ന് അല്ലേ, ഏത് സമയത്താണ് പോയതെന്ന് തയ്യാറാക്കണം. അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. പിന്നെ എത്ര മണിക്കാണ് ആ സ്ഥലത്ത് എത്തിയത്, അതേപോലെ തന്നെ എപ്പോഴാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്ന് കണ്ടത്, അതുപോലെ എപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു യാത്രാ വിവരണമാവും. അപ്പോൾ നമുക്ക് അതൊന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് നോക്കാം അല്ലേ? നോക്കൂ. സഫർ കബ് ശുരു കിയ, യാത്ര എപ്പോഴാണ് ആരംഭിച്ചത്. പിന്നെ കിസ്കെ സാത്ത് സഫർ ശുരു കിയ, ആരുടെ കൂടെ. പിന്നെ ആ സ്ഥലത്ത് നിങ്ങൾ എപ്പോഴാണ് എത്തുന്നത് അല്ലേ? ആപ്പ് കബ് ഏത് മക്കാമിലാണോ അവിടെ. കബ് ഇസ് മക്കാമേ പഹുഞ്ച, എപ്പോഴാണ് എത്തിയത്. രാസ്തേ മേ ആപ്പ് ക്യാ ക്യാ ദേഖ, വഴിയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു. പിന്നെ നമ്മൾ ഏത് മക്കാമിലേക്കാണോ പോകുന്നത് അവിടെ നിങ്ങൾ എന്തെല്ലാം കണ്ടു അല്ലേ? തഫ്രീഹി മക്കാമേ
ആപ്പ് ക്യാ ക്യാ ദേക്ക, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾ പുതിയ പുതിയ വിവരങ്ങളൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കി അല്ലേ. ക്യാ ക്യാ മൗലൂമാത്ത് ഹാസിൽ കി, എന്തെല്ലാം വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. പിന്നെ ആപ്പ് വഹാസെ കബ് ലൗട്ട, എപ്പോഴാണ് നിങ്ങൾ തിരിച്ചത്. പിന്നെ കബ് ഗർ പഹുഞ്ചെ, എപ്പോഴാണ് വീടെത്തിയത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ഒരു യാത്രാ വിവരണം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ മലമ്പുഴയ്ക്കാണ് പോകുന്നത്. ഞാൻ പാലക്കാടായതുകൊണ്ട് തന്നെ ഞാൻ മലമ്പുഴയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതുന്നത്, സഫർ കബ് ശുരു കിയ അല്ലേ, എപ്പോഴാണ് യാത്ര ആരംഭിച്ചതെന്നാണ്. അപ്പോൾ ഞാൻ എഴുതുന്നു ഇവിടെ നോക്കൂ, സവേരെ 10 ബജെ. ഈ രണ്ടിൻ്റെയും കൂടി ഉത്തരം ഞാൻ ഒപ്പം എഴുതാം കേട്ടോ, കബും കിസ്കെ സാത്തും. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ടത്, സവേരെ 10 ബജെ ഗർവാലോം കെ സാത്ത്, വീട്ടുകാരോടൊപ്പം ബസ് മേ മലമ്പുഴ की तरफ रवाന हुई, അല്ലെങ്കിൽ മലമ്പുഴ की तरफ സഫർ ശുരു കിയ, അങ്ങനെ എഴുതാം കേട്ടോ. സഫർ ശുരു കിയ. പിന്നെ രാസ്തേ മേ ബഹുത് ദിൽകഷ് നസാരെ ദേഖ, ഒരുപാട് മനം കവരുന്ന കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒരു 11 മണിക്ക് എത്തിയെന്ന് വിചാരിക്കാം. 11 ബജെ ഹം മലമ്പുഴ പഹുഞ്ചെ. പിന്നെ വഹാ മലമ്പുഴ ഗാർഡൻസ് കണ്ടു. പിന്നെന്താ, റോപ്പ് വേ കണ്ടു. മലമ്പുഴ ഗാർഡൻസ്, റോപ്പ് വേ ഓർ ഡാം ദേക്ക. പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഞാൻ എഴുതുന്നില്ല. ഇനി അവസാനം शाम को 4 बजे घर की तरफ ലൗട്ടെ. ഇങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കുറേ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം എഴുതി കഴിഞ്ഞാലും എന്തായി, നമുക്കതിനുള്ള ഒരു നല്ല, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു യാത്രാ വിവരണം തയ്യാറാക്കാൻ പറ്റും. ഞാൻ വളരെ ചെറുതായിട്ടാണ് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെ കുറച്ചുകൂടി വിപുലീകരിച്ചൊക്കെ എഴുതുക. ഇനി അടുത്തത്, ആപ്പ് സുബഹ സേ लेकर शाम तक क्या क्या करते हैं और कहाँ जाते हैं बच्चों आप अपनी एक दिन की डायरी तैयार कीजिए. എന്താ പറയുന്നത്, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി തയ്യാറാക്കണം. അപ്പോൾ അത് തന്നെയാണ് ഡയറിയിലെ, രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായി, അതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഒരു ഡയറി നോട്ട് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ഡയറികൾ അല്ലേ. അതുപോലെ ഒരു ഡയറി നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുക, രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേറ്റിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലേ.
നമ്മുടെ കുളിക്കൽ, ഭക്ഷണം കഴിക്കൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മദ്രസയ്ക്ക് പോകുന്നവരൊക്കെ മദ്രസയ്ക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് സ്കൂളിലേക്ക് പോകുന്നു അല്ലേ. സ്കൂളിലേക്ക് പോയി അവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അതിനുശേഷം വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. കുറച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് സ്വയം തയ്യാറാക്കാൻ പറ്റുമല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാം അല്ലേ. आज मैं सुबह 5 बजे उठा. പിന്നെ നഹാ ധോക്കർ എന്ന് എഴുതാം, കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടേ. നഹാ ധോക്കർ मदरसा आ गया. 8 बजे घर लौट आया. नाश्ता के बाद ഈ മദ്രസയിൽ പോകുന്നവർ അത് എഴുതാം കേട്ടോ. അതല്ല നിങ്ങൾ വല്ല എക്സസൈസിനാണ് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോഗിങ്ങിനാണെന്നുണ്ടെങ്കിൽ ജോഗിങ് കെ ലിയെ ഗയാന്ന് എഴുതാം. ഓക്കെ. അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോണവർക്ക് സൈക്ലിങ്ങിന് പോയി എന്ന് എഴുതാം. അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. नाश्ता के बाद 9 बजे स्कूल पहुंचा. वहाँ से നയി പുതിയ പുതിയ വിവരങ്ങളൊക്കെ ഓരോ ദിവസം കിട്ടുമല്ലോ അല്ലേ. മൗലൂമാത്ത് ഹാസിൽ കിയ അല്ലെങ്കിൽ ഇൽമ സീക്ക എന്നൊക്കെ എഴുതാം കേട്ടോ, പഠിച്ചു എന്നുള്ളതിനർത്ഥം. പിന്നെ ദോസ്തോ കെ സാത്ത് खेला. शाम को 4 बजे घर वापस आया. फिर दोस्तों के साथ खेलने के लिए मैदान गया. പിന്നെ 6 बजे घर आकर അമ്മി കോ മദത് കിയ, അമ്മയെ സഹായിച്ചു. പിന്നെ രാത്രി പഠിച്ചു എന്നൊക്കെ പറയാം. രാത്രിക്ക് खाना के बाद कुछ देर घर वालों के साथ ബാത്ചീത് കിയ, വീട്ടുകാരോടൊപ്പം കുറച്ച് സംസാരിച്ചു. പിന്നെ രാത്രി ഉറങ്ങിന്ന് എഴുതാം അല്ലേ. പഠിക്കുന്നവർക്ക് വീണ്ടും പഠിച്ചു എന്നൊക്കെ എഴുതാം കേട്ടോ. പിന്നെ രാത് കോ 9:30 बजे സോയ, ഉറങ്ങി. ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെ ആജ്മി സുബ 5 ബജെ ഉടാ, എഴുന്നേറ്റു. നഹാ ധോക്കർ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയിലേക്ക് പോയി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം, ഹാത്ത് മുഹ് ധോക്കർ, കൈ മുഖമൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ സൈക്ലിങ്ങിന് പോയി എന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെടി നനയ്ക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാമേയും കൈയെന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാം കേട്ടോ. ഇനി അടുത്തത് 8 ബജെ ഘർ ലൗട്ടായ, വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നാണ് എഴുതിയത്. പിന്നെന്താ, നാഷ്താക്കെ ബാദ് 9 ബജെ സ്കൂൾ പഹുഞ്ച, 9 മണിക്ക് സ്കൂളിൽ എത്തി. പിന്നെ അവിടെ നിന്ന് പുതിയ പുതിയ അറിവുകളൊക്കെ സമ്പാദിച്ചു, അല്ലെങ്കിൽ പുതിയ പുതിയ വിവരങ്ങളൊക്കെ കിട്ടിയില്ലേ, കരസ്ഥമാക്കി.
പിന്നെ കൂട്ടുകാരോടൊപ്പം കളിച്ചു. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ എന്ത് ചെയ്തു? കൂട്ടുകാരോടൊപ്പം കളിക്കാനായിട്ട് മൈതാനത്തിലേക്ക് പോകുന്നു. 6 മണിക്ക് തിരിച്ചെത്തിയിട്ട് അമ്മയെ സഹായിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? രാത്രി ഭക്ഷണത്തിന് ശേഷം വീട്ടുകാരോടൊപ്പം കുറച്ച് സംസാരിക്കുന്നു. പിന്നെ 9:30 മണിയാകുമ്പോൾ ഉറങ്ങി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്ത് ചെയ്യാം? ഈ ഡയറി കംപ്ലീറ്റ് ആക്കാം. ഇത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു മോഡലായി സ്വീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? നല്ലൊരു ഡയറി നോട്ട് തയ്യാറാക്കുക. ഇനി അതിനുശേഷം ഇതിലെ തുടർ പ്രവർത്തനങ്ങളാണ്, ദീഗർ സർഗർമിയാണ്. തഫ്രീഹി മക്കാമാത്ത് കി തസ്വീരെ ജമ കർക്കെ ആൽബം ബനായി. തഫ്രീഹി മക്കാമാത്തുകളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ആൽബം തയ്യാറാക്കുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ശേഖരിക്കുക. എന്നിട്ട് കണ്ടോ, ആൽബം തയ്യാറാക്കി സൂക്ഷിച്ചു വയ്ക്കുക. ഇതോടുകൂടെ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും തീർന്നിരിക്കുകയാണ്. അടുത്ത പാഠഭാഗമായിട്ട് വീണ്ടും വരാം. ഹുദ ഹാഫിസ്.